ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിൻ ആർട്ടാണ് ചെയ്യുന്നത്. ഇത് കോസ്റ്റർ മോൾഡാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ആ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കീ ചെയിൻ്റെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറച്ച് റെസിൻ ഒഴിച്ചു, പിഗ്മെൻറ്റ് അതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് റോസ് കളറായിട്ടുള്ള പിഗ്മെൻറ്റ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 24 മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഐറ്റം. ഇത് ആർക്കെങ്കിലും മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ഗോൾഡൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതരം മുത്തുകളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പൊടിച്ച് കളയും. അപ്പോൾ ആ പൊടിച്ച് കളയുന്നത് എനിക്ക് ആ ഗോൾഡിനോടുള്ള ഇഷ്ടം കാരണം കൊണ്ട് ആ പൊടിച്ച് കളഞ്ഞ മുത്തിൻ്റെ പൊടി എനിക്ക് തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവരതെനിക്കത് അന്ന് പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗോൾഡിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ മുത്തുകൾ നമ്മൾ ഇവിടെ പ്രിസർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾവേസ് ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അപ്പോസ്ട്രോഫി എസിൻ്റെ മുകളിൽ പെട്ടെന്ന് കൈ തട്ടി വന്നതാണ്. പക്ഷേ അത് പെയിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് എഴുതി വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റ് വെച്ചാണ് എഴുതുന്നത്, ആക്രിലിക് പെയിൻറ്റ് വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ അവരവിടെ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പറിലാക്കിയപ്പോൾ അവിടെ എന്തോ മുടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് ആ പൊടി മാത്രം നമ്മൾ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കീ ചെയിൻ്റെ ഇതിലേക്ക് ആ പൊടി കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുക. അത് ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത ആ ഒരു ലെറ്റേഴ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ച് തട്ടുമ്പോൾ അതൊക്കെ പരയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് റെസിൻ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ റെസിൻ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നമുക്കിങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ മുത്തൊക്കെ നമ്മൾ പൊടിച്ച് കളയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് വരുന്നത്. കാരണം നമുക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഗോൾഡിൻ്റെ മുത്തുകളൊക്കെ പൊടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗോൾഡ് ഇടാതെ സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരിൽ പെട്ടതാണ് ഞാനും. അപ്പോൾ അതുപോലെ വെറുതെ ഇടാതെ കുറേ നാളുകളായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ നമ്മളത് കൊടുത്തു. പക്ഷേ അതിൻ്റെ മുത്തുകളോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടും ഇഷ്ടം കൊണ്ടും അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടും അത് തിരിച്ചതിൻ്റെ മുത്തുകൾ വാങ്ങിയിട്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഐഡിയ തോന്നിയത്. ഇപ്പോൾ ഇത് ഫുൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കീ ചെയിൻ്റെ ചെയിനും കൂടെ സെറ്റ് ചെയ്യാൽ കീ ചെയിൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസുകൾ നമുക്ക് പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് റെസിൻ ആർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.